ഇനി ഡൽഹിയിലേക്കാണ്. ഡൽഹി രോഹിണിയിൽ തീപിടുത്തമുണ്ടായി. 2 വയസ്സുള്ളൊരു കുഞ്ഞുൾപ്പെടെ 3 പേർ മരിച്ചുവെന്നാണ് വിവരം. കുടിലുകൾക്കാണ് തീപിടിച്ചത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അർജുൻ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ? SK, ഇന്ന് രാത്രി 2 മണിക്കാണ് തീപിടുത്തം. വലിയ തീപിടുത്തമാണ് അതുണ്ടായത്. പുലർച്ചെ 4:30 7 സംഘം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തിരച്ചിലിനിടയിലാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 ഒരു കുടുംബത്തെ തന്നെ ആളുകളാണ്. അതിലൊന്ന് 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു ഗോഡൗൺ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു ഗോഡൗണിൽ തീപിടുത്തം ഉണ്ടായി. അതിനുശേഷം അവിടെ നിന്നും തീ പടർന്ന് സമീപത്തെ കുടിലുകളിലേക്കെല്ലാം ഈ തീ പടർന്ന് കയറിയതാണ് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം കൂടി ഉണ്ടാകും. എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായി ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. ഇന്ന് പുലർച്ചെ 4:30 തീ പൂർണ്ണമായിട്ടും അടയ്ക്കാൻ സാധിച്ചത്. അത്രയും നേരം, ഈ 2 മണി മുതൽ ഏകദേശം 2.5 മണിക്കൂർ നേരം ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ അത്രയും നേരം എടുത്തു ഈ വലിയൊരു തീപിടുത്തം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും തിരച്ചിലാണ് ഈ 3 മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. അത് 3ഉം പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.